ഹലോ കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരുടെയും അടുക്കളയിലെ ഗ്യാസിൻ്റെ ക്ഷാമമൊക്കെ മാറിയോ? വിറകടുപ്പ് ഉപയോഗിക്കുന്നവരുണ്ടോ? നമ്മളിന്ന് വിറകടുപ്പിൽ ഒരു ഇലയുടെയാണ് കേട്ടോ ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത്. ഇങ്ങനത്തെ ഇലയുടെയൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടോ? നമ്മൾ അരിപ്പൊടിയല്ല, ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നല്ല ചെറിയ തീയിൽ കനലിൽ വെന്തെടുക്കുന്ന നമ്മുടെ ഓട്ടട എന്ന് പറയും ഇതിന്, ഇലയട എന്തേലും ആട്ടെ സംഭവമാണ് കേട്ടോ. ഇത് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയണേന്ന് പറയണം കേട്ടോ. അപ്പോൾ നമ്മുടെ അടയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടയൊക്കെ കഴിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ മുത്തുവേണി കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും വരയ്ക്കാൻ പേനയും പേപ്പറും ഒക്കെ ആയിട്ട് ഇരിക്കുന്നതാണ് കേട്ടോ. വരയ്ക്കലും എഴുതലും ഒക്കെ വളരെ മടിയാണ്. എന്നാലും കുറച്ച് നേരം പിടിച്ചിരുത്താൻ വേണ്ടിയിട്ട് എടുത്തു കൊടുക്കും. ചേട്ടന്മാർ സ്കൂളിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഫുൾ ടൈം വഴക്കും ബഹളമൊക്കെയാണ് കേട്ടോ. അങ്ങനെ കഴിഞ്ഞ ദിവസം മുത്തുവേണി എപ്പോഴും പറയുന്നുണ്ടായിരുന്നു, പൊറോട്ട വേണം ഒത്തിരി നാൾ കൂടിയിട്ടാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ വലിയേട്ടനെ പറഞ്ഞു വിട്ടു നമ്മൾ പൊറോട്ട വാങ്ങിക്കാൻ വേണ്ടി പൊറോട്ടക്കടയിൽ പോയതാണ് കേട്ടോ കഴിഞ്ഞ ദിവസം. അങ്ങനെ അതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് തിരിച്ചു വന്നപ്പോൾ സ്റ്റുഡൻസ് കോർണറിലൊന്ന് കയറണമായിരുന്നു. കുഞ്ഞേട്ടനെ സ്കൂളിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ അത് വാങ്ങിക്കാൻ വേണ്ടി കയറിയ സമയത്താണ് അവിടെ ബർത്ത്ഡേ ഡെക്കറേഷനുള്ള ബലൂണൊക്കെ ആൾ കണ്ടത് കേട്ടോ. അപ്പോൾ തന്നെ പോയി എടുത്തിട്ട് വീർപ്പിച്ചുകൊണ്ട് നിൽക്കണം കേട്ടോ. ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. വീട്ടിൽ വന്നപ്പോൾ തന്നെ സംഭവം പൊട്ടിപ്പോവുകയും ചെയ്തു. എങ്കിലും അവൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. അവൾ തന്നെ സെലക്ട് ചെയ്തെടുത്തതാണ്. അങ്ങനെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് നേരമൊക്കെ പിന്നെ കുഞ്ഞേട്ടനും മുത്തോണിയും കളിക്കുകയാണ് കേട്ടോ. ഒളിച്ച് കളിക്കാനാണ് കേട്ടോ കാണുന്നത്. കുഞ്ഞേട്ടന് ഇടയ്ക്കിടയ്ക്ക് മുത്തോണിയെന്നും പറഞ്ഞ് വിളിക്കുന്ന കണ്ടോ, മുത്തോണിയെ കാണാത്ത പോലെ. അപ്പോൾ മുത്തോണിക്ക് സങ്കടം വന്നിട്ടോ, കുറേ നേരമായിട്ട് ഇങ്ങനെ കണ്ടുപിടിക്കാത്തതുകൊണ്ട് അതിന് മുട്ടിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കുഞ്ഞുങ്ങളുടെ സ്കൂളൊക്കെ അടച്ചോ എന്ന് പറയണേ. പിന്നെ നമ്മൾ ഇന്ന് ഇതിനകത്ത് കാണിക്കുന്നത് ഈ ഒരു ഐറ്റം ആണ് കേട്ടോ. നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ ആണെങ്കിൽ നല്ല ചൂടുള്ള സമയമാണ്. അപ്പോൾ നമുക്ക് ജനലൊക്കെ തുറന്നിട്ടിട്ട് കിടക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. കുഞ്ഞുങ്ങളൊക്കെ ഉള്ളപ്പോൾ തന്നെ പേടിയാവില്ല, ഇഴജന്തുക്കൾ കയറുമോ അല്ലെങ്കിൽ പൂച്ചയൊക്കെ കയറുമോ എന്നൊക്കെ ഓർത്തിട്ട് പേടി ഉണ്ടാവില്ല. എനിക്ക് അങ്ങനെയുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പം ജനൽ തുറന്നിട്ട് അകത്ത് കിടക്കത്തില്ല. ഭയങ്കര ചൂടാ, സഹിക്കാൻ പറ്റത്തില്ല. കുഞ്ഞൊന്നും ഒട്ടും ഉറങ്ങില്ല. അങ്ങനെ ഞാനിത് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിൽ ഇങ്ങനെ ഒരു സംഭവം കണ്ടത് കേട്ടോ. അത് ഞാൻ നേരെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത ഒരു വലയാണ് കേട്ടോ ഇത്. നമ്മളിത് നമ്മുടെ ജനൽ അല്ലെങ്കിൽ നമുക്ക് ഡോർ എവിടെയാണോ എന്ന് വെച്ചാൽ അവിടെ അത് നന്നായിട്ടൊന്ന് വെള്ളം കൊണ്ട് തുടച്ചൊന്ന് ക്ലീൻ ചെയ്യുക. ആ ഒരു പശ അതിൽ ഒട്ടിപ്പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ ആദ്യത്തെ അവർ കുറച്ച് ഒരു റോളൊക്കെ തന്നിട്ടുണ്ട് ഇങ്ങനെ ഇതിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. ആദ്യത്തെ ഭാഗത്തിൽ അത് കാണിച്ചിരുന്നു. അപ്പോൾ അത് ഇങ്ങനെ നമ്മൾ നേരിട്ട് തന്നെ പശയുണ്ട്, രണ്ട് സൈഡിലും പശയുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ നമ്മുടെ ജനലിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ 3 പാളി ജനലിനുള്ളതാണ് കേട്ടോ വാങ്ങിച്ചിരുന്നത്. കറക്റ്റ് അളവായിരുന്നു കേട്ടോ. അത് നമുക്ക് പറ്റില്ലെങ്കിൽ ആ നെറ്റിങ്ങനെ വലിച്ചു കൊടുക്കാനും പറ്റും. ആദ്യത്തെ ഫുള്ള് നമ്മൾ ആ ഒരു പശ ഒട്ടിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ നെറ്റ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ വീണ്ടും ഒട്ടിച്ച് കഴിയുമ്പോൾ ഫൈനൽ ഔട്ട്ലേക്ക് ഇങ്ങനെ കേട്ടോ വരുന്നത്. അപ്പോൾ നമുക്ക് നന്നായിട്ട് കവർ ചെയ്തിരിക്കും. നല്ല ബലത്തിൽ തന്നെ ഇരിക്കും കേട്ടോ. നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഇത് റിമൂവ് ചെയ്യുകയും ചെയ്യാം. അതിനുശേഷം നമുക്ക് ജനൽ തുറന്നിടാം. പകൽ സമയത്തൊക്കെ ഇതില്ലാതെ തന്നെ ജനൽ തുറന്നിടാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു ചൂട് സമയത്ത് മസ്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണ് കേട്ടോ. ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ കൊടുക്കാം. അപ്പോൾ അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. പിന്നെ എല്ലാവരും കൂടെ കൂടിയിട്ടൊരു ഹെൽത്ത് ചെക്കപ്പിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. എല്ലാവരും നിരത്തി പിടിച്ച് കുത്തി വെച്ചു കേട്ടോ. മുത്തുവണീനെ മാത്രം കുത്തിവെച്ചിട്ട് കിട്ടിയില്ല. അപ്പോൾ അതിൻ്റെ ഒരു സങ്കടമാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മുടെ കുറച്ച് ദിവസത്തെ വിശേഷങ്ങളൊക്കെ. നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യണം കേട്ടോ. തീർച്ചയായും വീഡിയോ കാണുവാണെങ്കിൽ അഭിപ്രായം പറയാൻ മറക്കല്ലേ. താങ്ക്